അട്ടപ്പാടി ജെല്ലിപ്പാറ അത്യാവശ്യം കോടയൊക്കെ ഉണ്ട്. റിസോർട്ടിൽ പോകണം കൂടെ അല്ലേ? ആദ്യം ഒരു ദിവസം പോകണം അല്ലേ? ഇല്ലേ വീട്ടിൽ ഞാനെന്തായാലും ഒരുക്ക് പോയിക്കണം. മഴ ഉണ്ടെങ്കിൽ കിടക്കാം. ജെല്ലിപ്പാറ സിറ്റി ജെല്ലിപ്പാറ ചെറിയൊരു സിറ്റിയാണ്. അട്ടപ്പാടിൻ്റെ ഒരു ഉള്ള ഏരിയയാണ്. കഴുങ്ങുകളും തെങ്ങുകളും കുരുമുളകുകളും കാപ്പി എല്ലാം ഉള്ള കൃഷിയുള്ള ഒരു ഏരിയയാണിത്. കൂടുതലോട് വാഴക്കൃഷി, മരച്ചീനി, കപ്പ കൃഷി, ചന്ത വളർത്തൽ, ആട് വളർത്തൽ അങ്ങനെയുള്ള സംഗതിയൊക്കെയാണ്. കഴുങ്ങ് കൃഷി ഉണ്ട്. കഴുങ്ങ് കൃഷിക്ക് മരുന്ന് ഇവിടെ അടിക്കണം. ഈ ചുണ്ണാമ്പ് തുരുസും കലക്കി അടിക്കണം. അതുപോലെ കുരുമുളക്, നല്ല നല്ല കുരുമുളക് കൃഷികളുണ്ട്. ഇവിടെ ആനശല്യമല്ല. അട്ടപ്പാടി പറഞ്ഞ കാര്യമില്ല, ഇവിടെ ആനശല്യമല്ല. കാർഷിക മേഖലയാണ്. ഉമ്മലാന്നൊക്കെ പറയുന്നത് കാർഷിക മേഖലയാണ്. ആനല്ലാത്തൊരു ഏരിയയാണ്. ഇവിടെ ആനല്ല. ആനന്റെ കിട്ടിയ റോഡ് കൂടി മുന്നിൽ നിൽക്കുമോ നോക്കിങ്ങള്? ഇല്ല, ഇവിടെ ആനല്ല. ആന അവിടുന്ന് അങ്ങോട്ടാണ്, താവളം ഭാഗത്തുനിന്ന് അങ്ങോട്ടാണ്. ഇവിടെയും കൽക്കണ്ടി ഭാഗത്തുനിന്ന് ആന കാര്യമായിട്ടുണ്ട്. ഇവിടെ കൂടുതലും കാർഷിക മേഖലയാണ്. ഇവിടെ കാണുന്ന വീടുകളൊക്കെ ജനങ്ങൾ കൃഷി എന്നുള്ള വരുമാനം കൊണ്ട് കയറ്റിയതാണ്. നല്ലൊരു പ്രകൃതി രമണീയമായ അന്തരീക്ഷമാണ്. വൈപ്പാണ് ഇതിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഈ ചെറിയ കടയിലൊക്കെ ഇറങ്ങി ചായയൊക്കെ കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പ്രത്യേക വൈബാണ്. നമ്മൾ ജോയിയേട്ടൻ്റെ ഒരു കട ഉണ്ട് ഇവിടെ, അതിലിറങ്ങിയിട്ട് ഒരു ചായ അല്ല ജോയിയേട്ടപ്പോൾ കട നിർത്തിയിരുന്നത്. ജോയിയേട്ടപ്പോൾ വാഴക്കൃഷിയിലേക്കാണ് സജീവമായിട്ടാണ്. വാഴക്കൃഷിയാണ്. വാഴ കഴുകുന്നത് അത് വെട്ടിയിട്ടാണ്. ഇവിടുത്തെ ഒരു ചർച്ചാണ്. ചർച്ച് അതുണ്ട്. ഇസ്രയേലാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും അട്ടപ്പാടി കയറുമ്പോൾ ജെല്ലിപ്പാറ ഉൾപ്പെടെ സന്ദർശിക്കാതെ പോകരുത്. നല്ല അടിപൊളിയാണ്. കവിതയിൽ പാടിയ പോലെ ഇല്ലി മുളങ്കാടുകളിൽ നല്ലതെല്ലാം പാട്ടി തരും തെന്നലേ. ആ ഒരു ഇളം തെന്നലൊക്കെ ഇവിടെ കാണാൻ കഴിയും, അല്ല അനുഭവിക്കാൻ കഴിയും. ആ ഇളം തെന്നലും കാറ്റൊക്കെ. നല്ല വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. അതാ മയിലിരിക്കണ. പൈസോ മയിലിന് ഉണ്ടാൻ പാടില്ല. നമ്മളെ ദേശീയ മൃഗമാണ്, ആ ദേശീയ പക്ഷിയാണ്. അത് ചെയ്യരുത്, കാരണം പറയാൻ പോലും പാടില്ല. അത് കാണാൻ ഭംഗിയുള്ള പക്ഷിയല്ലേ? അത് പീലി വിടർത്തി ആടിയാൽ തന്നെ കാണാൻ എന്തൊരു ചേല. ഇവിടുത്തെ ഒരു പള്ളിയാണ്, മദർസ് പള്ളി. ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്.
മഴയായിട്ട് ഒരു വീടായിരിക്കാം പുറത്ത് കാണാത്തത്. ഈ വീട് ആ വീടൊന്നും കൊടുക്കാനല്ല. നിങ്ങളിവിടെ ഒരു 5 സെന്റ് വാങ്ങിയിട്ടേ നമുക്ക് വില കെട്ടിയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നിങ്ങളിവിടെ കല്യാണം കഴിച്ച് കൂടിക്കോളി. ആ പക്ഷെ എല്ലാം ഇപ്പം നിലവിലുള്ള പെണ്ണുങ്ങളൊക്കെ തച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താ സ്കോഡ ആ എന്താ തണുപ്പ്, എന്താണ് പറയാ. ഊട്ടി കൂടി പോകുമ്പോലെ ബൈക്കുമ്പോൾ ആൾക്കാർ യാത്ര പോകുമ്പോൾ സുഖമാവും. പക്ഷെ നനഞ്ഞ് കുളിക്കും. യാത്ര നമ്മൾ ജനങ്ങളൊരു യാത്ര വൈബല്ലേ. നനഞ്ഞ് കുളിച്ച് യാത്ര ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. കണ്ടില്ല കുരുമുളക് കൃഷികൾ, ഒരു ദേവദാരുവിൻ്റെ വലിപ്പം കണ്ടില്ല, നല്ല വലിപ്പം. അതെ അതെ. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ ഒമ്മല നിലവിൽ എത്താനായി. ഒമ്മല നിലവിൽ ഇപ്പോൾ ഹോം സ്റ്റേകളൊക്കെയാണ് ഇവിടെ. ഹോം സ്റ്റേ, ഫാം സ്റ്റേ ഒക്കെ ഉണ്ട്. ഒമ്മല ഇപ്പം നമ്മൾ ഒമ്പര എത്തി. ഒമ്പലയാണ് ഒമ്പല. ഒമ്പലൊക്കെ ആദ്യം ചീപ്പ് റേറ്റ് ആയിരുന്നു, ഇപ്പം നല്ല റേറ്റായി. ഒക്കെ റിസോർട്ടുകളൊക്കെ വരുമ്പോണ്ടേ കട അവിടേക്ക് നമ്മൾ സ്ഥലം വിൽക്കുന്നതാണ്. ഉമ്മല വളവിൽ തട്ടുകട. ചായ ആണോ അവിടുന്ന്? ഈ ചായ കടിച്ചു പോയി. ഏ